നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും ആ നല്ല നിലം നമ്മുടെ ഹൃദയമാണ്. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. കണ്ടോ, അവർ നല്ല നിലം വചനം വീണെങ്കില് നല്ല നിലം, നല്ല ഹൃദയത്തിൽ വീഴണം, ശുദ്ധമായിട്ട് നിർമ്മലവുമായ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് ഹൃദയം ശുദ്ധീകരിക്കണമെന്ന് പറയുന്നത്. സംഗീതം 107:20 വചനമയച്ച് ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 11:2-3 വചനത്താൽ ശുദ്ധീകരിക്കുന്ന ഏറ്റവും മികച്ച വസ്തു നമ്മുടെ ഹൃദയമാണ്. ജെറമിയ 17:9 അത് വചനമയച്ച് ശുദ്ധീകരിക്കുന്ന വചനം കൊണ്ടാണ്, വചനത്താലാണ്. കണ്ടോ, അപ്പൊ നമ്മുടെ നല്ല ഹൃദയത്തിലാണ് നല്ല വരുന്നത് ദീർഘക്ഷമ. എബ്രായർ 10:35-36 ദീർഘക്ഷമ വരുന്ന ആ ദീർഘക്ഷമ ഉള്ളിടത്താണ് അത് വരുന്നു. അപ്പൊ ഈ നല്ല ഹൃദയമാണ് കൊണ്ടാണ് പറയുന്നത് യേശയ്യാ 66:2-5 ആത്മാവിലെളിമയും അനുതാപത്തോടെ കൂടെ വചനം കേൾക്കണമെന്ന്. അപ്പൊ വചനം കേട്ട് വന്നാലോ കേട്ടോ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ദാനിയേൽ 12:12 1332 ദിവസം വചനത്തിൽ ജീവിക്കുമ്പോഴാണ് കൃപ വരുന്നത്.